ചെയ്യുന്ന ഈ ഐഫ്ലെക്സ് മീറ്റിലേക്ക് മൈസെൽഫ് സീനത്ത് ഫ്രം തിരൂർ ഈ ബിസിനസ് അവസരം എന്നിലേക്ക് എത്തിച്ചു തന്ന സർവശക്തോണ്ട് സ്തുതി പറയുന്ന അൽഹംദുലില്ലാഹ്. ഈ ബിസിനസ് എനിക്ക് പരിചയപ്പെടുത്തി തന്നത് ഹബീബമ്മയോടാണ്. ഒരുപാട് ആളുകളിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഹൈഫ്ലെക്സ് മീറ്റിംഗ്. ഒരുപാട് ലീഡേഴ്സിനെ പിന്നെ എന്നും നമ്മളുടെ മുന്നിലേക്ക് മോട്ടിവേഷൻ ആയിട്ട് വരുന്ന STC ലീഡേഴ്സ് ആയിട്ടുള്ള നല്ല ലീഡേഴ്സ് ആണ് വരാറ്. ഇന്ന് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അസീനമ്മയോടാണ്. പിന്നെ പ്രവാസിയായ ഹസ്ബൻഡിനെ സ്വന്തം കൂടെ നിർത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇന്നത്തെ ടെക്നോളജി അനുസരിച്ച് ജോലി സാധ്യത കുറവുള്ളത് കൊണ്ടും സ്വന്തം മക്കളെ ചേർത്ത് പിടിച്ച് അവരെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വന്ന ഒരു അയൺ ലേഡിയാണ് അസീന മാഡം. ഒരു പാഷനായിട്ട് ഒരുപാട് ആളുകളിലേക്ക് ഒരു പാസീവ് ഇൻകം എത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ബിസിനസ് അവസരം കയ്യിൽ കിട്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്ത് എന്നെ കൂടെ നിർത്തിക്കൊണ്ട് ഞാനും ഉണ്ട് കൂടെ, തളർന്നു പോകരുത് എന്ന് പറഞ്ഞ് മുന്നോട്ടേക്ക് നയിച്ച നല്ലൊരു ലീഡറാണ് അസീന മാഡം. അവരുടെ ലിസ്റ്റിൽ ഞാൻ ഉള്ളത് കൊണ്ടാണ് ഇന്ന് പിന്നെ ഹൈഫ്ലെക്സ് മീറ്റിംഗ് എനിക്ക് സംസാരിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് കഴിയില്ലായിരുന്നു. സൂം മീറ്റിംഗിലൊക്കെ കയറ്റി രാത്രിയിലത്തെ ഗൂഗിൾ മീറ്റിലൊക്കെ കയറ്റി ഇതുപോലെ സംസാരിക്കാനും പഠിപ്പിച്ചു തന്നതും അസീന മാഡമാണ്. അതുപോലെ തന്നെ എന്റെ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനെയും ഈ അവസരത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഞാൻ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഖത്തറിൽ നിന്നാണ്. ഇവിടെ ഇപ്പൊ സമയം 4 മണിയായി. ഇസ്മായിൽ സാറിന്റെ ട്രെയിനേഴ്സ് അക്കാഡമിന്റെ ഫൗണ്ടർ ഇസ്മായിൽ സാറിന്റെ ടീം സെക്ഷനിൽ എഴുതി വെച്ചാണ് ഇന്ത്യ വിട്ട് ബിസിനസ് ചെയ്യാന്നുള്ളത് എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ ഈ സമയത്ത് അതെനിക്ക് കഴിഞ്ഞില്ലെങ്കിലും ഇവിടെ ഇരുന്ന് ഒരു MC ആവാൻ പറ്റിയതിന്റെ ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു അവസരത്തിൽ ഇവിടെ ഇരിക്കുന്ന സമയത്ത് എന്നെ MC ആയിട്ട് സെലക്ട് ചെയ്തത് അസീന മാഡമാണ്. പ്ലീസ് വെൽക്കം അസീന മാഡം. ഹൈഫ്ലെക്സ് മീറ്റിലേക്ക് സ്വാഗതം. ഓക്കെ, താങ്ക് യു സീനത്ത് മാഡം. എല്ലാവരെയും ഹൃദ്യമായിട്ട് ഒരിക്കൽ കൂടി നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ്. കേൾക്കുന്നുണ്ടാവില്ലേ? കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ, സീനത്ത് മാഡം വളരെ നല്ല രീതിയിൽ തന്നെ എന്നെ പരിചയപ്പെടുത്തി. ഇന്ന് ഞങ്ങളുടെ ടീമിൽ ശക്തമായിട്ട് ഈ ഇൻഡസ്ട്രി ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു ലേഡി ലീഡറാണ്. നല്ലൊരു ടീമിനെ ഹോൾഡിംഗ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഇന്ന് ശക്തമായിട്ട് ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുകയാണ്. വളരെ വൈകാതെ തന്നെ നല്ല റാങ്കുകളും ATC റാങ്കിലോ കാണാൻ സാധിക്കുന്നുണ്ടാകും. ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ അവരെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു മാഡം. ഓക്കെ, എന്തായാലും ഞാൻ ആദ്യമായിട്ട് സർവശക്തനായ ദൈവത്തിൽ സ്തുതികൾ അർപ്പിക്കുകയാണ്. ഇതുപോലെ ഒരു സെഷൻ ചെയ്യാൻ സാധിച്ചതിലും നിങ്ങളുടെ മുന്നിൽ ഈ ഒരു രാവിലെ നിങ്ങളോട് സംസാരിക്കാനൊക്കെ സാധിച്ചതിന് ദൈവത്തെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. എന്നെ ഒരിക്കൽ കൂടി ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ഹസീന, വീട് കൊളത്തൂരാണ്. ശക്തമായിട്ട് മാഡം പറഞ്ഞ പോലെ തന്നെ ഫാമിലി ആയിട്ട് ഈ ഇൻഡസ്ട്രി സന്തോഷത്തോടെ ചെയ്തു പോകുന്നു. ഇന്ന് സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ റാങ്കിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. അപ്പോ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് ഈ ഒരു സെഷൻ ചെയ്യാൻ എന്നെ ഇൻവൈറ്റ് ചെയ്ത ലീഡേഴ്സിനും അത് ചെയ്യാൻ മാത്രം എന്നെ പ്രാപ്തമാക്കിയിട്ടുള്ള എന്റെ എല്ലാ ഗ്രേറ്റ് അപ്ലൈൻ ലീഡേഴ്സിനും ഈ അവസരത്തിൽ ഞാൻ എന്റെ നന്ദിയും സ്നേഹവും കടപ്പാടും ഒക്കെ അറിയിക്കുകയാണ്. എസ്പെഷ്യലി ഷമീറ മാഡം, ഈ ബിസിനസ് അവസരം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ച എന്റെ സുഹൃത്താണ് ഷമീറ മാഡം. ഇന്ന് STC ലീഡറാണ്. മാഡത്തിനും അവിടെ അങ്ങോട്ട് ഈ ബിസിനസ് അവസരം പരിചയപ്പെട്ട് ഒരു സാധാരണ വീട്ടമ്മയുടെ ഒരുപാട് ലിമിറ്റേഷൻ ഒക്കെ ഉണ്ടായിരിക്കെ തന്നെ അതെല്ലാം സഹിച്ചും ക്ഷമിച്ചും ഒരുപാട് ജീവിതത്തിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടും പഠിപ്പിച്ചത് അതാത് സമയങ്ങൾ വേണ്ട ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ തന്ന് ഇതുപോലെ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ മാത്രം വളർത്തിയ അഫ്സർ സാറ്, ജുനൈദ് സാറ്, ഇസ്മായിൽ സാറ്, ഷുഹൈബ് സാറ്, അൽത്താഫ് സാറ് തുടങ്ങി ഒരുപാട് ഗ്രേറ്റ് അപ്ലൈൻ ലീഡേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്ത കാറ്റഗറിയിൽ നിന്ന് ഈ ഇൻഡസ്ട്രി മനസ്സിലാക്കിയിട്ട് ഇന്ന് കൂടെ നിൽക്കുന്ന നല്ലൊരു ടീം, അത് യങ്സ്റ്റേഴ്സ് ആവട്ടെ, വീട്ടമ്മമാരാവട്ടെ, പ്രായമുള്ളവരും ഇല്ലാത്തവരും, അതുപോലെ എല്ലാ കാറ്റഗറിയും നല്ലൊരു ഫയർഡ് ആയിട്ടുള്ള ഒരു ടീം ഇന്ന് എന്റെ കൂടെ ഉണ്ട്. ആ ടീമിനും അതുവരെ എന്റെ ശബ്ദം കേൾക്കുന്ന ധാരാളം ലവ് ലൈൻസ് ആയിട്ടുള്ള ലീഡേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും, അതുപോലെ എല്ലാ രീതിയിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ ഹസ്ബൻഡിനും എന്റെ പാരന്റ്സിനും എല്ലാവർക്കും ഈ അവസരത്തിൽ എന്റെ നന്ദിയും സ്നേഹവും കടപ്പാടും ഒക്കെ അറിയിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ഹൈ ഫ്ലയേഴ്സ് മീറ്റിംഗ്, ഈ ഒരു മീറ്റിങ്ങിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇന്ന് ഇപ്പൊ ഒരുപാട് ആളുകൾ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ആളുകളൊക്കെ
ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം നമ്മൾ ഓരോരുത്തരും ഒരുപാട് ആളുകളോട് ഈ ഇൻഡസ്ട്രി പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ഒരുപാട് ആളുകളോട് ഈ അവസരം പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആളുകൾ നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ക്ഷണിച്ച ആളുകളെല്ലാം ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഇത്ര ആളുകളൊന്നും കണ്ടാ പോരാ, അല്ലെ? അപ്പൊ ഇതിൽ വന്ന ആളുകൾ എന്തായാലും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അത് അങ്ങനെ തന്നെയാണ്. കാരണം ഈ ഒരു ഹൈ ഫ്ലയേഴ്സ് മീറ്റിംഗിൽ നമുക്ക് അറിയുന്ന പോലെ തന്നെ ഒരുപാട് ആളുകളുടെ ജീവിതത്തില് ചിന്താഗതിയിലും പേഴ്സണാലിറ്റിയിലൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താൻ ഈ ഹൈ ഫ്ലയേഴ്സ് മീറ്റിംഗിന് സാധിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന STC ആൻഡ് എബവ് ലീഡേഴ്സ് അല്ലെ, ഇതേപോലെ ഒരുപാട് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ നല്ലൊരു പ്രാധാന്യം ഈ ഹൈ ഫ്ലയേഴ്സ് മീറ്റിംഗിന് ഉണ്ടായിട്ടുണ്ട്. അതിന് നമുക്ക് ഈ ഹൈ ഫ്ലയേഴ്സ് മീറ്റിൽ ഒരുക്കി തന്ന നമ്മുടെ സക്സസ് ബെറി ഗ്ലോബൽ എന്ന ഓർഗനൈസേഷനും അതിന്റെ ഫൗണ്ടർ ഫാമിലി മനോജ് സാറിനും ലതാ മാഡത്തിനൊക്കെ ഹൃദയത്തിൽ നിന്ന് നന്ദിയും കടപ്പാടും ഒക്കെ അറിയിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇന്ന് ഈ ഒരു ഹൈ ഫ്ലയേഴ്സിൽ നല്ലൊരു സെഷൻ, അങ്ങനെയൊന്നും ഞാൻ അത്ര പ്രിപ്പയർഡ് ആയിട്ടൊന്നുമില്ലെങ്കിലും ഈ ഒരു 4 വർഷത്തെ എന്റെ ബിസിനസ് എക്സ്പീരിയൻസിൽ എനിക്ക് കിട്ടിയ കുറച്ച് തിരിച്ചറിവുകൾ ഒരു കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളുടെ മുന്നിൽ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ ധാരാളം ആളുകൾ ലോകത്തില് വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഓരോരുത്തരും. അതിന് കഴിവുള്ള ആളുകളുമാണ്, അതിനു വേണ്ടി എന്തെങ്കിലും വർക്ക് അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളും നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് എല്ലാവരും വിജയിക്കുന്നില്ല? അതല്ലെങ്കിൽ വ്യക്തമായിട്ട് വളരെയധികം അധ്വാനിച്ചിട്ടും വിജയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും അതിന് കഴിവുണ്ടായിട്ടും ആ മേഖലയിൽ തന്റെ കഴിവുകളെല്ലാം സമർപ്പിച്ചിട്ടും എന്തുകൊണ്ട് ആളുകൾ വിജയിക്കുന്നില്ല? അത് വലിയൊരു ചോദ്യമാണ്. ആ ചോദ്യം അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ നമ്മൾ വിജയിച്ച ആളുകളെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലോകത്ത് ഒരുപാട് വിജയിച്ച ആളുകളുണ്ട്, അവര് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എന്തുകൊണ്ടാണ് വിജയിച്ച ആളുകൾ നമ്മളെ കൂടെ ഉള്ളത് നമ്മൾ നോക്കുമ്പോൾ, അവരെ ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുമ്പോൾ, അതല്ലെങ്കിൽ വിജയിച്ച ആളുകളുടെ പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവർക്കെല്ലാം എന്തെങ്കിലും ഒരു സ്വപ്നം ഉള്ളവരാണ്. ആ സ്വപ്നം ഉള്ളതിന് കൂടെ തന്നെ അത് എത്തിപ്പിടിക്കും വരെ അല്ലെങ്കിൽ നേടും വരെ ശക്തമായിട്ടുള്ള വാശിയോടുകൂടി അതിന്റെ പിന്നാലെ പോയവരാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ആളുകളൊക്കെ തന്നെ. അപ്പൊ നമ്മൾ ഈ ഇൻഡസ്ട്രി പരിചയപ്പെട്ട് ഇതിൽ വന്നപ്പോ നമ്മുടെ ലീഡേഴ്സ് ഒക്കെ അല്ലെങ്കിൽ ഓരോ സെഷനും നമ്മൾ കേൾക്കുമ്പോൾ ഡ്രീമിനെ കുറിച്ച് പറയാത്ത ഒരു സെഷനും അധികം ഉണ്ടാവാറില്ല, അല്ലെ? ഏത് വിജയിച്ച ആളുകൾ വന്നാലും അപ്പോ വലിയ രീതിയിൽ സ്വപ്നം കാണണം, സ്വപ്നങ്ങളിൽ ആളുകൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോ ഈ മേഖല പരിചയപ്പെടുന്ന വ്യക്തികൾ, ഇവര് സ്റ്റാർട്ടിംഗ് ലെവലിൽ വ്യത്യസ്ത കാറ്റഗറിയിൽ നിന്ന് വരുന്ന ആൾക്കാർ, വ്യത്യസ്ത ഫീൽഡിൽ നിന്ന് വരുന്ന ആൾക്കാർ, ഇപ്പൊ എന്നെ പോലെ സാധാരണ വീട്ടമ്മമാരൊക്കെ ഈ അവസരത്തിൽ വരുമ്പോ നമുക്ക് വലിയ സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും തന്നെ എഴുതി വെച്ച സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും ഇല്ലാത്ത സാധാരണക്കാരാണ് നമ്മൾ ഈ ബിസിനസ് പരിചയപ്പെടൽ വരുന്ന ആളുകളൊക്കെ. പക്ഷെ നമ്മൾ കേൾക്കുന്നത് വലിയ സ്വപ്നങ്ങൾ വേണം, വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാവണം, എന്തെങ്കിലേ വിജയിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ എത്രമാത്രം ഇതൊരു സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്നറിയില്ല. എങ്കിൽ പോലും നമുക്ക് ഇതുപോലത്തെ പ്രോഗ്രാമുകൾ അതല്ലെങ്കിൽ വിജയിച്ച ആളുകളുടെ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് വലിയ രീതിയിൽ ഈ ഒരു സമയത്ത് ഈ ഒരു ഡ്രീം എന്നുള്ള ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതിന് ഏറ്റവും ഞാനിന്ന് നന്ദി പറയാണ് നമ്മളെ ഇസ്മായിൽ സാർ അടങ്ങുന്ന ട്രില്യണേഴ്സ് അക്കാഡമി ഗ്ലോബൽ എന്ന നമ്മുടെ ഈ ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് ഡ്രീമിന് മാത്രം വ്യത്യസ്ത സെഷനുകൾ സാർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൂടെയൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ സ്വപ്നം കാണാൻ പറ്റുമോ, അതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സ്വപ്നങ്ങൾ കാണണം, അങ്ങനെയൊക്കെ നമ്മളെ വ്യക്തമായിട്ട് സാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോ തന്നെ ഞാൻ പറഞ്ഞു, നമ്മൾ വ്യത്യസ്ത കാറ്റഗറിയിൽ വരുന്ന ആളുകൾ ആയത് കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയൊക്കെയാണ് സ്വപ്നം, അതല്ലെങ്കിൽ എന്താണ് സ്വപ്നം, അവിടുന്ന് എന്താണ് ലക്ഷ്യം, അതല്ലെങ്കിൽ എന്താണ് ആഗ്രഹങ്ങൾ, ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോ തന്നെ ഇതെല്ലാം ഒന്നാണോ അല്ലെങ്കിൽ ഇത് വ്യത്യാസമുണ്ടോ, ഇതൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പഠിക്കുമ്പോ നമുക്ക് അറിയാം, നമ്മള് മനുഷ്യന്മാരാണല്ലേ. നമുക്ക് മനുഷ്യന്മാർക്ക് ദൈവം അനുഗ്രഹിച്ച ഒരു കഴിവാണ് നമുക്ക് ചിന്തിക്കാനും സ്വപ്നം കാണാനൊക്കെയുള്ള കഴിവ്. അത് മനുഷ്യന്മാർക്ക് മാത്രം ദൈവം അനുഗ്രഹിച്ചു തന്നിട്ടുള്ള ഒരു കഴിവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും, അല്ലെ? എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചെടുക്കാൻ പറ്റുമോ ചോദിച്ചാൽ ഇല്ല. എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് സാധിക്കാം. നമുക്ക് ഇപ്പൊ ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ തന്നെ നമുക്ക് ധാരാളം ചിന്തകളും ആഗ്രഹങ്ങളും ഒക്കെ നമ്മളെ ബ്രെയിനിലൂടെ കടന്നു പോകുന്നുണ്ടാകും. അപ്പൊ ഇതൊക്കെ നമുക്ക് നേടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പലതും നേടാൻ പറ്റില്ല. ഇപ്പൊ ഉദാഹരണം, ഞാൻ ഇപ്പോ എനിക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് ഇപ്പോ ദുബായിൽ എത്തണം അങ്ങനെയൊക്കെ പറഞ്ഞാൽ പറ്റുമോ? ഇല്ല, അല്ലെ? അതൊരു ആഗ്രഹം മാത്രമാണ്. പക്ഷെ അതിന് സമയം, നമ്മളെ ഒരു സമയം അല്ലെങ്കിൽ നമ്മളതിന് സാഹചര്യം ഉണ്ടാക്കിയെടുത്ത ഒരു പക്ഷേ പറ്റും. അതുപോലെ നമ്മുടെ ഒരുപാട് ആഗ്രഹങ്ങളിൽ നിന്ന്
നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന, അതല്ലെങ്കിൽ നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്ന ആഗ്രഹങ്ങളെ നമ്മളൊന്ന് എഴുതാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ വന്നുപെട്ട ഈ മേഖല നമുക്ക് വിജയിക്കാനൊക്കെ പറ്റുന്ന ഒരു മേഖല, ഇതിലൂടെ നമുക്ക് വിജയിക്കാൻ പറ്റും, നമുക്ക് വിശ്വസിക്കാനും കൂടി പറ്റുകയാണെങ്കിൽ നമുക്ക് നമ്മളെ ആഗ്രഹങ്ങളെ നമ്മളൊന്ന് എഴുതി വെക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, നമ്മളൊന്ന് സ്ട്രെച്ച് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ അതിനൊരു എഫേർട്ട് എടുത്താൽ നമുക്കത് പറ്റുന്ന ഉറപ്പുള്ള നമ്മളെ ആഗ്രഹങ്ങൾ നമ്മളൊന്ന് എഴുതി വെക്കുക. അപ്പൊ അത് കുറെ സ്വപ്നങ്ങളായിട്ട് മാറുന്നുണ്ടാകും. ഈ സ്വപ്നങ്ങൾ നമ്മൾ എഴുതി വെച്ചിട്ട് ഇത് എങ്ങനെ നേടാൻ പറ്റും, അതല്ലെങ്കിൽ എപ്പോ നേടാൻ പറ്റും, അതിന് നമ്മളൊരു വ്യക്തത കൊടുക്കുമ്പോൾ, ഒരു ക്ലാരിറ്റി നമ്മൾ അതിൽ കൊടുക്കുകയാണെങ്കിൽ അത് നമ്മൾ പറയുന്ന പേരാണ് ലക്ഷ്യങ്ങൾ എന്ന് പറയും, അല്ലെ. അപ്പൊ നമ്മൾ ഡ്രീംസ്, ഗോൾസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളെ ആഗ്രഹങ്ങളിൽ നമ്മൾ സെലക്റ്റീവ് ആയിട്ടുള്ള എടുത്ത് നമ്മൾ എഴുതി വെക്കുമ്പോൾ അത് സ്വപ്നമായിട്ട് മാറുന്നു. ആ സ്വപ്നങ്ങൾക്ക് നമുക്ക് ഒരു വ്യക്തത കൊടുക്കുമ്പോൾ അത് എപ്പോ നേടാൻ പറ്റും, എങ്ങനെ പറ്റും എന്നൊക്കെ നമ്മൾ എഴുതി വെക്കുമ്പോൾ അത് വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങളായിട്ട് മാറുന്നു. അപ്പോ നമുക്ക് ഓരോരുത്തർക്കും നമുക്കുള്ള സ്വപ്നങ്ങൾ, ലക്ഷ്യങ്ങളൊക്കെ എഴുതി വെക്കാനും, സ്റ്റാർട്ടിങ്ങിൽ ഒന്നും ഇല്ലാത്ത ആളുകൾ നമ്മൾ ലീഡേഴ്സിന്റെ ഒക്കെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങളൊക്കെ, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് ലക്ഷ്യം ഉണ്ടെങ്കിൽ അതിന് മാർഗങ്ങൾ ഉണ്ടാകും, അല്ലെ. അപ്പൊ ഇപ്പൊ നമുക്ക് ഒരു കോഴിക്കോട് പോവാൻ ഇറങ്ങിയിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന് കോഴിക്കോട് എത്തണം എന്നുണ്ടെങ്കിൽ ഇപ്പോ ആ സമയത്ത് തന്നെ അവിടെ എത്തണം എന്നൊക്കെ അയാൾക്ക് കറക്റ്റ് ഒരു കൃത്യമായിട്ടാണെങ്കിൽ അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വഴിയിലുള്ള ബ്ലോക്കുകളോ തടസ്സങ്ങളോ റോഡ് പണിയോ പ്രശ്നങ്ങളോ ഒന്നും അയാൾക്ക് തടസ്സമാവില്ല. അയാൾ ലക്ഷ്യം എന്താണ്? അയാൾക്ക് കോഴിക്കെത്തണം, അല്ലെ. അതുപോലെ നമുക്ക് ഈ ബിസിനസ്സിൽ നമ്മൾ പരിചയപ്പെട്ട് നമ്മൾ എത്തിയപ്പോ നമുക്ക് വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു പ്രതിസന്ധിയോ പ്രയാസങ്ങളോ സാഹചര്യങ്ങളോ അവിടെ അപ്ലൈനോ ഡൗൺലൈൻ ഇങ്ങനൊന്നും പ്രശ്നങ്ങളോ സംഭവങ്ങളോ ഒന്നും നമുക്ക് ഉണ്ടാവില്ല. വ്യക്തമായിട്ട് നമ്മൾ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ. അപ്പോ ഡ്രീമും ഗോളും ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ലീഡേഴ്സ് അല്ലെ എന്നും രാവിലെ തിങ്കൾ ടു വെള്ളി അല്ലെ നമ്മൾ ലീഡേഴ്സ് വ്യത്യസ്ത സബ്ജക്റ്റുകളായിട്ട് നമ്മുടെ മുന്നിൽ വരുമ്പോ ഈ ഡ്രീം സെഷനും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവിടെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഗോൾസിനൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പൊ അതിന് ഷോർട്ട് ടേം ഗോളുകള്, മിഡ് ടേം ഗോളുകള്, ലോങ് ടേം ഗോളുകൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്കൊരു 3 മാസം തൊട്ട് ഒരു വർഷം വരെ, ആ ഒരു വർഷം കൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ ഗോളുകൾ നമുക്ക് ഷോർട്ട് ടേം ഗോളുകൾ എന്ന് വിളിക്കാൻ പറ്റും. അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഒരു വർഷം തൊട്ട് ഒരു 3 വർഷത്തിനുള്ളിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോളുകളെ നമുക്ക് മിഡ് ടേം ഗോളുകൾ എന്ന് വിളിക്കാൻ പറ്റും. അങ്ങോട്ട് 3 വർഷം തൊട്ട് നമുക്ക് ലോങ് ടേം ഗോളുകളെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ നമ്മൾ വ്യത്യസ്ത കാറ്റഗറൈസ് ചെയ്തിട്ട് നമ്മൾ ഗോളുകളൊക്കെ എഴുതുമ്പോൾ ഇതിനൊക്കെ നമുക്ക് വ്യക്തമായിട്ട് നമ്മൾ എവിടെ എത്തണം എന്നുള്ള ശക്തമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കണം. ആ ഉള്ള ലക്ഷ്യങ്ങളെയാണ് നമ്മൾ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ ഗോളുകൾ സ്മാർട്ട് ആവണം എന്നല്ലേ. എല്ലാ ലീഡേഴ്സും പറയാതെ പോകാറില്ല, നമ്മളെ സ്വപ്നങ്ങൾ എപ്പോഴും ലക്ഷ്യങ്ങൾ എപ്പോഴും സ്മാർട്ട് ആവണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ സ്മാർട്ട് എന്നുള്ളത് ഒരുപാട് അക്ഷരങ്ങളെ സൂചിപ്പിക്കുന്നെങ്കിലും അതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിൽ നമ്മള് ഇപ്പോ സ്മാർട്ടിലെ എസ് സൂചിപ്പിക്കാറുണ്ട്, സ്പെസിഫിക് ആയിരിക്കണം എന്നല്ലേ. നമ്മള് ഗോൾസ് എപ്പോഴും സ്പെസിഫിക് ആയിരിക്കണം, നമുക്കൊരു വ്യക്തത ഉണ്ടായിരിക്കണം. എന്തെങ്കിലും ഒന്നും ആഗ്രഹങ്ങൾ പറ്റുന്ന എഴുതി വെക്കരുത്, വലിയ എത്തിപ്പിടിക്കാൻ പറ്റാത്തതും ആവരുത്, അല്ലെ. അപ്പൊ നമുക്ക് എസിനെ സൂചിപ്പിക്കുന്നത് സ്പെസിഫിക് ആണ്. അതുപോലെ എം സൂചിപ്പിക്കാറുണ്ട് മെഷറബിൾ എന്ന് പറയാറുണ്ട്, അല്ലെ. നമുക്കതിനെ അളന്ന് തിട്ടപ്പെടുത്തി അതിന്റെ സമയത്ത് നേടാൻ പറ്റുന്നൊക്കെ നമുക്ക് തീർച്ചപ്പെടുത്താനൊക്കെ പറ്റുന്നതാണ് മെഷറബിൾ എന്ന് പറയുന്നത്. നമുക്ക് എ സൂചിപ്പിക്കുന്നത് അച്ചീവബിൾ അല്ലെങ്കിൽ അറ്റൈനബിൾ എന്നൊക്കെ പറയാറ്, നമുക്ക് നേടാൻ പറ്റുന്നതായിരിക്കണം. 6 റെലവെന്റ് എന്ന് പറയാറുണ്ട്, ടൈം ബൗണ്ടർ ആയിരിക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് കൃത്യസമയത്തിനുള്ളിൽ നേടാൻ പറ്റുന്ന ഗോളുകളായിരിക്കണം, ലക്ഷ്യങ്ങളായിരിക്കണം എന്നൊക്കെ നമുക്ക് അറിയാം. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള വിജയിക്കാൻ പറ്റും ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് എനിക്ക് ഈ ഒരു ഇൻഡസ്ട്രി പരിചയപ്പെട്ടപ്പോ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നമ്മൾ വ്യത്യസ്ത കാറ്റഗറിയിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് ഈ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഇതൊക്കെ നേടാൻ വേണ്ടി, അതല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ പറ്റുന്ന നമുക്ക് നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സിന്റെ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ പ്രോഗ്രാമുകളെ, നമ്മൾ വലിയ പ്രോഗ്രാമുകൾക്ക് വരുമ്പോൾ ഇതിന്റെയൊക്കെ സഹായത്തോടു കൂടി ഇൻഡസ്ട്രി സാധ്യതയും എങ്ങനെയൊക്കെയാണ് ഇതിൽ ആളുകൾ വിജയിച്ചിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാകും. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ എഴുതി വെച്ച് പ്ലാൻ ചെയ്തിട്ടുള്ള ഈ സ്വപ്നങ്ങൾ ഇപ്പൊ ലീഡേഴ്സിന്റെ സഹായത്തോടെയൊക്കെ നമ്മൾ എഴുതുവാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വലിയ രീതിയിലൊന്നും ചിന്തിക്കാൻ പറ്റാത്ത, അതല്ലെങ്കിൽ നമ്മൾ പറ്റാത്ത സാഹചര്യം നമ്മൾ ഇതൊക്കെ എഴുതി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മളെ മുന്നിലുണ്ടാകുന്ന ഒരു കാര്യമാണ് ഇത് സംഭവമൊക്കെ ഓക്കെയാണ്, ഇത് എന്നെ കൊണ്ട് പറ്റുമോ, അല്ലെ. അപ്പൊ എന്നെ കൊണ്ട് പറ്റുമോ അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ സ്വപ്നങ്ങളും
ആ സ്വപ്നത്തിനേക്കാളും കൂടുതൽ സംശയങ്ങളും ആണെങ്കിൽ ഒരിക്കലും അത് നമുക്ക് നേടാൻ പറ്റുന്നുണ്ടാവില്ല. നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും എഴുതി വെച്ച് അത് നേടിയിട്ടേ അടങ്ങൂ എന്നുള്ളൊരു വാശിയുണ്ടെങ്കിൽ, അത് എന്നെ കൊണ്ട് പറ്റുമെന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാനും പറ്റുന്നുണ്ടെങ്കിൽ, ഏതറ്റം വരെയും അതിനുവേണ്ടി പോവാനും അത് നേടാനും നമുക്ക് സാധിക്കുന്നുണ്ടാകും. അവിടെ ഒന്നും നമുക്കൊരു പ്രശ്നമാവാതെ ആ ലക്ഷ്യം മാത്രം നമുക്ക് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റണം. അത് തീരുമാനിക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. ഇഫ് യു ആർ തിങ്ക് ഐ ക്യാൻ, ഓർ ഇഫ് യു തിങ്ക് ഐ കനോട്ട്, രണ്ടാണെങ്കിലും കറക്റ്റ് ആണ്. നമ്മൾ ചിന്തിക്കുകയാണ് നമ്മളെ കൊണ്ട് പറ്റും, അങ്ങനെയാണെങ്കിൽ അത് പറ്റും. നമ്മളെ കൊണ്ട് പറ്റില്ല നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് നമ്മളെ കൊണ്ട് പറ്റൂല. അപ്പോ നമ്മളെ കൊണ്ട് പറ്റും എന്ന് ചിന്തിച്ച് ഈ ഇൻഡസ്ട്രി ഇതിൽ വേണ്ടിയിട്ടുള്ള ഇത് എങ്ങോട്ട് എത്തണം എന്ന ലക്ഷ്യവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് അതൊക്കെ നേടാൻ സാധിക്കുന്നുണ്ടാവുക. അപ്പൊ ഈ ബിസിനസ്സിനെ മനസ്സിലാക്കിയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഉള്ള ആളുകൾക്കാണ് ഇപ്പോ നമുക്ക് ഒരുപാട് നമ്മളെ സിസ്റ്റം പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ ഇൻഡസ്ട്രി പരിചയപ്പെട്ട് നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ് നമ്മുടെ സിസ്റ്റം പറയുന്ന കാര്യങ്ങളൊക്കെ. ഒരു ലക്ഷ്യം ഉണ്ടാവുമ്പോൾ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ഇപ്പോ 4 ബേസിക്, 5 ഫിംഗേഴ്സ്, ഒരു 007 അല്ലെ, ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരു ലക്ഷ്യമുള്ള ആൾക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വഴികളാണ് നമ്മളെ സിസ്റ്റം പറയുന്ന കാര്യങ്ങളൊക്കെ. ലക്ഷ്യമുള്ള ആളുകൾക്ക് അതിന് വേണ്ടി അത് നേടാനാണ് നമ്മൾ ലിസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറയുന്നത്. അതിനാണ് നമ്മളെ പ്രോഗ്രാമിലേക്ക് അവർ വിളിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്, ക്ലോസിംഗ് പറയുന്നത്. അതിനു വേണ്ടിയാണ് നമ്മൾ ബുക്ക് വായിക്കാൻ പറയുന്നത്. അതിനു വേണ്ടി നമ്മൾ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഇതൊക്കെ മനസ്സിലാകുമ്പോൾ നമുക്ക് വലിയ രീതിയിൽ ഈ ബിസിനസ്സിൽ വിജയിക്കാനും പറ്റും. ഈ കാര്യങ്ങളൊന്നും നമുക്കൊരു പ്രയാസമാവില്ല. ഇതൊന്നും ഇല്ലാത്ത ഒരാൾപ്പെട്ട് നമ്മൾ ലിസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറഞ്ഞാൽ അല്ലെ, അപ്പൊ നമ്മൾ എന്ത് പറയും, എനിക്ക് ആരും പരിചയമില്ല, അല്ലെങ്കിൽ എനിക്ക് കോണ്ടാക്ട് ഇല്ല, ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ നമ്മൾ ആദ്യം തന്നെ നമുക്ക് ലക്ഷ്യം നമുക്ക് പറഞ്ഞു കൊടുത്ത് അതിലേക്ക് എത്തണമെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ വേണം എന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മളെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ബിസിനസ് ചെയ്യാനൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് സാധിക്കുന്നുണ്ടാകും. അപ്പോ ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നപ്പോ വ്യത്യസ്ത ജോലികളൊക്കെ ചെയ്യുന്ന ആളുകൾ അല്ലെ, നമ്മള് ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി വ്യത്യസ്ത കാറ്റഗറിയിൽ വന്ന് വ്യത്യസ്ത ജോലി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആളുകളെ നമ്മൾ മനസ്സിലാക്കിയപ്പോ അത് എന്റെ ജീവിതത്തോട് ഞാൻ കണക്ട് ചെയ്തപ്പോ ഞാൻ പരിചയപ്പെട്ട അല്ലെങ്കിൽ എനിക്കറിയുന്ന എന്റെ ഹസ്ബൻഡ് വളരെ നല്ല രീതിയിൽ അദ്ദേഹം ചെയ്യുന്ന ജോലി വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതിൽ അദ്ദേഹം കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് ഇവിടെ നാട്ടിലൊരു ഫർണിച്ചർ ഫീൽഡിലാണെങ്കിലും ഗൾഫിലാണെങ്കിലും ഒക്കെ. പക്ഷെ അദ്ദേഹത്തിന് ഞാൻ വ്യക്തമായിട്ട് എഴുതി വെച്ച ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഒന്നും കണ്ടില്ല. ഇനി അത് അദ്ദേഹം ജോലി ചെയ്യുന്ന ആ ഒരു വരുമാനം ആസ്വദിച്ച് ജീവിക്കുന്ന എനിക്കും പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും, നമ്മൾ എഴുതി വെച്ച ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ ജീവിക്കണം എന്നല്ലാതെ വേറെ ഒന്നും കണ്ടില്ല. പക്ഷെ ഞാൻ ഇന്ന് ഈ ഇൻഡസ്ട്രി പരിചയപ്പെട്ട് ഒരു 10 വർഷം പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോ അദ്ദേഹം ജോലി ചെയ്ത ഒരു ഫർണിച്ചർ ഷോപ്പ് ഉണ്ട്, അവിടെ ഇന്നും ആ ഷോപ്പ് ഉണ്ട്. പക്ഷെ അദ്ദേഹം 11 വർഷം ഗൾഫിൽ നിന്നു, ഇപ്പൊ 4 വർഷമായിട്ട് ഇവിടെ നാട്ടിലുണ്ട്. 15 വർഷം അദ്ദേഹം ഫർണിച്ചർ ഷോപ്പിൽ നിന്ന് പോകുന്നുണ്ട്. ഇപ്പോ ഞങ്ങൾക്ക് ഏറ്റവും അടുത്ത ഞങ്ങൾ ബന്ധം വെക്കുന്ന ഒരു ഫാമിലിയാണ് ആ ഫർണിച്ചർ ഷോപ്പിന്റെ ഓണർ. അവരെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ആ ഓണറെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അവർക്ക് വേറെ ഷോപ്പ് ഇട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ വാഹനം, അവരെ പഴയ വാഹനത്തിന്റെ പേര് എനിക്കറിയില്ലെങ്കിലും അവർക്കൊരു ബെൻസ് ഉണ്ട്. അവരെ മകൻ നല്ലൊരു ഫ്ലാറ്റിൽ സ്വന്തമായിട്ട് ഫ്ലാറ്റ് ഒക്കെ എടുത്ത് താമസിക്കുന്നു. അവർക്ക് ഒരുപാട് ബിസിനസ് വേറെ ഉണ്ട്. അവരുടെ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന സമയത്തുള്ള ഒരാൾ ഇന്നും ആ ഷോപ്പിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ നമ്മൾ പ്രത്യേകിച്ച് മാറ്റമൊന്നും കണ്ടില്ല. ഞങ്ങളിപ്പോ മുമ്പൊരു ദിവസം ആ ഷോപ്പിൽ പോയപ്പോ പോലും എനിക്ക് ഫീൽ ചെയ്തു, ഇവരിരുന്ന ആ കറങ്ങുന്ന കസേര പോലും അത് തന്നെയാണോ എന്ന് തോന്നിപ്പോയി എനിക്ക്. അത്ര പോലും അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ആ ജോലിക്കാരന്റെ ജീവിതത്തിൽ കണ്ടില്ല. ആ ഷോപ്പിന്റെ ഓണർ ജീവിതത്തിലാണ് മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റിയത്. അപ്പൊ ഞാൻ ഈ ബിസിനസ്സിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോ നമ്മളെ ഇസ്മായിൽ സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് പ്രത്യേകിച്ച് ലക്ഷ്യവും സ്വപ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ആരുടെയോ സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ അവർ ഉപയോഗിക്കുന്നു അല്ലെ. അതൊക്കെ എത്രമാത്രം ശരിയാണെന്ന് നമ്മൾ ഈ ബിസിനസ് മനസ്സിലാക്കി അതിൽ കുറെ കാര്യങ്ങൾ പഠിച്ച് ഇതിലെ പ്രോഗ്രാമൊക്കെ ചെയ്ത് കുറെ കാര്യങ്ങൾ നമുക്ക് പഠിച്ച് മനസ്സിലാക്കിയപ്പോ അതിന്റെ മുമ്പുള്ള നമ്മുടെ ജീവിത സാഹചര്യവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയപ്പോ ഒരുപാട് ഭാഗ്യം ചെയ്തവരാണ്, ഒരു ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയവരാണ് നമ്മളെല്ലാവരും. ഇങ്ങനെ ഒരു ഇൻഡസ്ട്രി പരിചയപ്പെടാനും
അതിലൂടെ വലിയ രീതിയിലൊക്കെ മാറ്റങ്ങൾ വരുത്താനും എങ്ങനെയൊക്കെ ആളുകൾ വിജയിക്കുന്നത് ഇതുപോലെയൊക്കെ ചെയ്തിട്ടാണെന്നും എങ്ങനെയൊക്കെയാണ് ആളുകൾ വിജയിച്ചിട്ടുള്ളതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനൊക്കെ വേറൊരു ലോകം തന്നെ കാണാൻ ഈ ഇൻഡസ്ട്രിയിലൂടെ സാധിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങളോടെ മുന്നോട്ട് പോകണം. വെറുതെ നമ്മൾ എന്തെങ്കിലും അതല്ലാതെ എഴുതി വെച്ച സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോഴേ നമുക്ക് വലിയ രീതിയിലൊക്കെ വിജയിക്കാനൊക്കെ സാധിക്കുന്നുണ്ടാവുള്ളൂ. അപ്പൊ നമ്മളെല്ലാം ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. കാരണം 2026 അല്ലെ, നമ്മളൊരു ഏറ്റവും കൂടുതൽ ഈ ഇൻഡസ്ട്രിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ നമ്മളെല്ലാം ഈ ബിസിനസ് ചെയ്യുന്നത്. അത് ഏതൊക്കെ രീതിയിലാണെങ്കിലും, കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായാലും നമ്മൾ ലീഡേഴ്സിന്റെ ഭാഗത്തു നിന്നായാലും ഒക്കെ നല്ല രീതിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് നല്ലൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത്. അപ്പോ 2026 ഒരു പ്ലാനെങ്കിലും വ്യക്തമാക്കി എഴുതി അതിലേക്കുള്ള ലക്ഷ്യമൊക്കെ എഴുതി വെച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. കാരണം 2026 നമ്മൾ അടുത്തെത്തി കഴിഞ്ഞു. 2025 നമുക്ക് 2 മാസം മാത്രമേ ബാക്കിയുള്ളൂ. വലിയ സ്വപ്നങ്ങളുമായി തുടങ്ങിയ 2025 നമുക്ക് ഇനി ആകെ 2 മാസം മാത്രമേ നമ്മളെ മുന്നിൽ ബാക്കിയുള്ളൂ. പക്ഷെ നമുക്കൊരു സന്തോഷമുണ്ട്, 2026 നമുക്ക് വലിയ വിജയങ്ങളുടെ വർഷമാക്കണം, അല്ലെങ്കിൽ ആകും എന്നൊക്കെ നമ്മൾ തീരുമാനിച്ച് ഉറപ്പിച്ച് പ്ലാൻ ചെയ്ത് പോകുമ്പോൾ അതിനെല്ലാം സഹായകമായിട്ടാണ് 2026 സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ കുലപതി, നമ്മളെല്ലാം അഭിമാനത്തോടെ പറയുന്ന ഗ്രേറ്റ് ക്രൗൺ ഡയമണ്ട് മുബീൻ സാർ പങ്കെടുക്കുന്ന, നമ്മുടെ ലീഡേഴ്സ് സംഘടിപ്പിക്കുന്ന വലിയ പ്രോഗ്രാമുകളാണ് 2026 നമ്മളെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ നമ്മളെ സ്വാഗതം ചെയ്ത് നിൽക്കുന്നത്. നമുക്കെല്ലാം അറിയാം, അൽതാഫ് സാറ്, നിഷാന്ത് സാർ അടങ്ങുന്ന ആ ഒരു ടീം എവല്യൂഷൻ എന്ന പേരിൽ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ട്രില്യണേഴ്സ് അക്കാഡമി ഇസ്മായിൽ സാറെ കീഴില് മെഗാസാഗ അൾട്ടിമേറ്റ് 210 റൺസ് എന്ന പേരിൽ വലിയൊരു മെഗാ ഇവന്റ് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോ ഇതൊക്കെ എന്തിനാണ് നമ്മൾ ഇങ്ങനത്തെ വലിയ പ്രോഗ്രാമുകളൊക്കെ വെക്കുന്നത്? അവിടെയൊക്കെ നമുക്ക് വ്യക്തമായിട്ടുള്ള 2026 എന്താവണമെന്ന് നമുക്ക് വ്യക്തമായിട്ട് തീരുമാനിച്ച് ഉറപ്പിച്ച് പ്ലാൻ ചെയ്ത ഒരു വ്യക്തിക്ക് എന്തിനാണ് ഈ പ്രോഗ്രാം എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ടാകും. അപ്പൊ സ്റ്റാർട്ടിങ് ലെവലിലുള്ള ആളുകളോടും നമുക്ക് വ്യക്തമായിട്ട് എന്തിനാണ് പ്രോഗ്രാം എന്നും ഈ ബിസിനസ് എന്താണെന്നും ഇതിൽ നമുക്ക് നമ്പേഴ്സിന്റെ എണ്ണം, അതല്ലെങ്കിൽ എന്തിനാണ് ഈ ബിസിനസ് നമുക്ക് ആളുകളൊക്കെ എന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കാനും അത് നമുക്ക് പ്രോഗ്രാമിലൂടെ എങ്ങനെ പറ്റുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനൊക്കെ നമുക്ക് സാധിച്ചാൽ ഈ തുടക്കത്തിൽ തന്നെ നമുക്ക് കിട്ടുന്ന ഈ വലിയ ഈവന്റുകൾ നമ്മളെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഈ 2026 വലിയ മാറ്റങ്ങൾ നമ്മളിൽ വരുത്താൻ സാധിക്കുന്നുണ്ടാകും. കാരണം അതുപോലത്തെ പ്രോഗ്രാമുകളാണ് നമ്മുടെ ടീമിന്റെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ ഏതൊരാൾക്കും പ്രോഗ്രാം നമുക്ക് പ്രത്യേകിച്ച് ഈ ഇൻഡസ്ട്രിയിൽ നമുക്ക് കാണിച്ചു കൊടുക്കാനൊന്നുമില്ല അല്ലെ. ഇതുപോലെ ഈവന്റുകളിൽ വിജയിച്ച ആളുകളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ഒരു ഇൻസ്പിറേഷനും മോട്ടിവേഷനും ഒക്കെ ആകുന്നത്. അതുകൊണ്ട് തന്നെ പ്രോഗ്രാമുകൾക്ക് വലിയ രീതിയിൽ ഈ ഇൻഡസ്ട്രിയിൽ പ്രാധാന്യമുണ്ട്. നമുക്കെല്ലാം അറിയാം, വലിയ പ്രോഗ്രാമുകൾ ഇപ്പൊ നമുക്ക് GTS ആവട്ടെ, നമ്മുടെ FSS, NDO, അതല്ലെങ്കിൽ RT തുടങ്ങിയ വ്യത്യസ്ത പ്രോഗ്രാമുകളുണ്ട്. അതുപോലെ നമ്മളിപ്പോ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണെങ്കിലും വലിയ രീതിയിൽ ഈ ഇൻഡസ്ട്രിയിൽ നമുക്ക് ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യാനോ അതല്ലെങ്കിൽ ഒരാളെ ജോയിൻ ചെയ്യിപ്പിക്കാനോ അതിനപ്പുറം ഈ ഇൻഡസ്ട്രിയുടെ സാധ്യത മനസ്സിലാക്കാനും ഇതിൽ എങ്ങനെ നമുക്ക് വലിയ ലീഡേഴ്സിന്റെ ലെയർ ക്രിയേറ്റ് ചെയ്യാനും, ലീഡർഷിപ്പ് ആണ് അല്ലെങ്കിൽ ലീഡേഴ്സ് ക്രിയേഷൻ ആണ് ഈ ബിസിനസ് എന്നൊക്കെ മനസ്സിലാകുമ്പോൾ എത്രമാത്രം പ്രാധാന്യം പ്രോഗ്രാമിന് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാകും. അപ്പോ വലിയ രീതിയിലുള്ള പ്രോഗ്രാമുകളാണ് നമ്മളെ മുന്നിലുള്ളത്. അതൊക്കെ നല്ല രീതിയിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാനും 2026 വലിയ വിജയങ്ങളുടെ വർഷമാക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടാകും. അപ്പോ നമ്മുടെ ഈ ബിസിനസ്സിലേക്ക് നമ്മൾ വരുമ്പോ ഈ ബിസിനസിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഒരു ടീം ബേസ്ഡ് ബിസിനസ് ആണ്. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മൾ ചിന്തിക്കണം, നമുക്ക് നല്ലൊരു ടീം വേണം. ഈ ബിസിനസ് ചെയ്യാനുള്ള ഒരു കാരണം നമുക്ക് ആദ്യം ഒരു ടീമിനെ ഉണ്ടാക്കണം. ആ ടീമിനെ നമ്മൾ ട്രെയിൻ ചെയ്യണം. എന്നിട്ട് ആ ടീമിനെ നമ്മൾ റീറ്റെയിൻ ചെയ്യണം. ഒരു ടീമിനെ ഉണ്ടാക്കി ആ ടീമിന് വേണ്ട ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആ ടീമിനെ റീറ്റെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അത് നമ്മളിൽ നിന്നാണ് തുടങ്ങുന്നതെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയാൽ, അപ്പൊ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വ്യക്തമായി നമുക്ക് ലക്ഷ്യം വേണം. ആ ലക്ഷ്യം നമ്മൾ ടീമിനും ഉണ്ടാക്കി കൊടുക്കാനും അതിൽ വിശ്വസിക്കാനും അത് നേടിക്കൊടുക്കാനും നമ്മളെ കൊണ്ട് പറ്റുന്ന ഉറച്ച് വിശ്വസിക്കാനും നമുക്ക് പറ്റിയാൽ വലിയ രീതിയിൽ ശക്തമായിട്ട് നമുക്ക് ഈ ഇൻഡസ്ട്രി വിജയിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടാകും. അപ്പോ എല്ലാവരും നല്ല രീതിയിൽ വ്യക്തമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കാനും
വലിയ രീതിയിൽ എത്തിപ്പെടാനും വലിയ വളർച്ച നമുക്കും നമ്മുടെ കൂടെ വന്നവർക്കും വലിയ രീതിയിലൊക്കെ ഈ ഇൻഡസ്ട്രി ഉപയോഗിച്ച് വളരെ ലൈഫ് സ്റ്റൈലിലൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകാനൊക്കെ നമുക്ക് സാധിക്കട്ടെ. അപ്പൊ എന്തായാലും ഞാൻ എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. വലിയ രീതിയിൽ ആളുകൾക്ക് വിജയിക്കാൻ പറ്റുമെന്നും അത് നമുക്ക് ഏതൊരു മേഖലയിലാണ് വിജയിക്കുന്നത് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പൊ നമ്മളെല്ലാം അറിഞ്ഞോ അറിയാതെ എത്തിപ്പെട്ട ഈ ഇൻഡസ്ട്രി ഇന്ന് ലോകത്ത് വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു മേഖലയാണ് വെൽനസ് ഇൻഡസ്ട്രി, ഡയറക്ട് സെല്ലിങ് പ്ലസ് ഇ കൊമേഴ്സ്, ഇങ്ങനെയൊക്കെ ഉള്ള ഈ കാറ്റഗറി എല്ലാം വിജയിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകളെല്ലാം കൂട്ടിയിട്ടാണ് നമ്മളെ MI ലൈഫ് സ്റ്റൈൽ എന്നുള്ള ഈ ഒരു കമ്പനി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഭാഗമാണ് നമ്മൾ. ഒരിക്കലും നമ്മൾ അറിഞ്ഞെത്തിപ്പെട്ടവരുണ്ടാവും, അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മൾ ഇതിൽ വന്നിട്ടുള്ള ആളുകളായിരിക്കാം. പക്ഷെ വന്നതിന് ശേഷമാണ് ഈ ഇൻഡസ്ട്രി ഇത്ര സാധ്യത ഉള്ളതാണെന്നും ഇതിലൊക്കെ വിജയിക്കാൻ പറ്റുന്നും ഇത് ലോകത്തോളം വളരാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രി ആണൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, നമുക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഇതെന്ന് തിരിച്ചറിഞ്ഞത് തൊട്ട് ഇതിന് ഏറ്റവും കൂടുതൽ നമ്മൾ അറിവുണ്ടാക്കണം. ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കാൻ ശ്രമിക്കണം. അതിന്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ മാത്രമല്ല വിജയിക്കുന്നത്, നമ്മൾ വിജയിക്കുന്നതോട് കൂടി തന്നെ നമ്മളെ കൂടെയുള്ള ഒരു കൂട്ടം, ഒരു ടീമിനെ വിജയിപ്പിച്ചിട്ടാണ് നമ്മൾ വിജയിക്കുന്നത്. നമ്മൾ സ്വന്തമായിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ അത് എത്ര സാലറി ഉണ്ടെങ്കിലും അത് ആ വ്യക്തി അതിന്റെ ഫാമിലി മാത്രമേ അറിയുണ്ടാവുള്ളൂ. പക്ഷെ ഈ ഇൻഡസ്ട്രി പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വിജയിച്ചാൽ ഒരുപാട് ആളുകളെ കൂട്ടി അവരുടെ ജീവിതത്തിലൊക്കെ മാറ്റം വരുത്തിയിട്ട് നമുക്കും മാറ്റം വരുത്താൻ സാധിക്കുന്നുണ്ടാകും. അതൊക്കെയാണ് ലോകത്ത് വലിയ രീതിയിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ചെയ്തിട്ടുള്ളതും. അപ്പോ നമ്മളൊക്കെ എവിടുന്ന് വന്നു എന്നതിനപ്പുറം എവിടെയായിരുന്നു അല്ലെങ്കിൽ എവിടുന്ന് വന്നാന്ന് ചിന്തിക്കുന്നതിനപ്പുറം ഇവിടുന്ന് അങ്ങോട്ട് ഈ ഇൻഡസ്ട്രി വന്ന് ഇത് പരിചയപ്പെട്ട് ഇത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞത് മുതൽ ഇനി എന്താകാൻ പറ്റും, ഇനി എവിടെ എത്തണം, അത് നമ്മൾ എങ്ങനെയെല്ലാം മാറണം, എന്തെല്ലാം പഠിക്കണം. ഇതിലെപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് ഓരോ സ്റ്റേജിലും ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ പ്രോഡക്റ്റ് പ്രസന്റേഷനോ അതല്ലെങ്കിൽ പ്ലാൻ പ്രസന്റേഷനോ ഒക്കെ പഠിച്ചാൽ മതിയെങ്കിൽ നമ്മൾ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഈ ബിസിനസ്സിന് പരിചയപ്പെടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ടെന്നും ചെയ്യാനുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കി ഈ ഇൻഡസ്ട്രി വളരെ വ്യക്തമായിട്ട് ഇതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിച്ച് മനസ്സിലാക്കി ഇതിലെല്ലാവർക്കും നിലനിൽക്കാനും ശക്തമായിട്ട് വിജയിക്കാനൊക്കെ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഏറ്റവും വേണ്ടത് നമുക്ക് സെൽഫ് ബിലീഫാണ്. ഏറ്റവും ഫസ്റ്റ് വേണ്ടത് സെൽഫ് ബിലീഫ്. ഇതുണ്ടെങ്കിൽ നമുക്കിത് എങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറ്റും. ആദ്യം വേണ്ടത് നമ്മളെ കൊണ്ട് ഇത് പറ്റും എന്നുള്ള വിശ്വാസമാണ്. സെൽഫ് ലവ്, നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടാനും നമ്മളെ സ്നേഹിക്കാനും നമ്മളെ കൊണ്ട് പറ്റുന്ന ഉറച്ച് വിശ്വസിക്കാനും നമുക്ക് പറ്റുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് വിജയിക്കാൻ പറ്റും. ഒരിക്കലും സാഹചര്യങ്ങളെയോ ആളുകളെയോ ഒന്നും കുറ്റപ്പെടുത്താതെ നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കുക, നമ്മളിലുള്ള വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് ശക്തമായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുത്താൽ എല്ലാ രീതിയിലും നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നുണ്ടാകും. എന്തായാലും ഞാൻ എൻ്റെ ഈ ഒരു ചെറിയ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എനിക്ക് ഈ അവസരം തന്ന എൻ്റെ ലീഡേഴ്സിനെയും എന്നെ ഈ അവസരത്തിൽ എനിക്ക് ഈ അവസരം പരിചയപ്പെടുത്തി വളരെയധികം സപ്പോർട്ടീവ് ആയിട്ടുള്ള, ഇന്ന് ഒരു വീട്ടമ്മയിൽ നിന്ന് ഇതുപോലെയൊക്കെ മാറാനും നിന്നെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ച് തന്ന് അതെല്ലാം അതെല്ലാം സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ലീഡേഴ്സിനും ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ ഈ ഇൻഡസ്ട്രി വന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ പേഴ്സണാലിറ്റിയിലൊക്കെ മാറ്റം വരുത്താൻ പറ്റി. ഒരു സ്റ്റേജിലൊക്കെ കയറി പ്രസന്റ് ചെയ്യാനും അതുപോലെ ലൈഫ് സ്റ്റൈൽ തന്നെ നമ്മൾ ഒരു 2 വീലറിൽ നിന്ന് ഒരു 4 വീലറിലൊക്കെ മാറാൻ സാധിച്ചു. ഇന്ന് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ജീവിതം എൻജോയ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അപ്പൊ എന്തായാലും ഈ ഇൻഡസ്ട്രി ശക്തമായിട്ട് നമുക്ക് വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താനൊക്കെ നമുക്ക് പറ്റുന്നുണ്ടാകും. അതെല്ലാം നമ്മൾ വിശ്വസിക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്ന വിശ്വസിക്കുക. ആരെയും കമ്പയർ ചെയ്യാതെ ഈ ഇൻഡസ്ട്രിക്ക് ഇതിൽ വിജയിക്കാൻ എന്താണ് വേണ്ടത് അതൊന്ന് വ്യക്തമായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും അത് ചെയ്യാനും നമ്മൾ തയ്യാറാവുമ്പോൾ അതിനെല്ലാം പറ്റുന്നുണ്ടാകും. അപ്പോ അതിനെല്ലാം നമുക്ക് ഓരോരുത്തർക്കും വളരെ വ്യക്തമായിട്ട് ചെയ്യാനും വ്യക്തമായിട്ടുള്ള ലക്ഷ്യത്തിലേക്കുള്ള ഒരു യാത്ര ഇവിടുന്ന് അങ്ങോട്ട് എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഈ ഇൻഡസ്ട്രിയിലൂടെ സാധ്യമാവട്ടെ. ഒരുപാട് ഉയരങ്ങളിൽ എത്താനും വലിയ മാറ്റങ്ങളൊക്കെ ജീവിതത്തിലൊക്കെ മാറ്റങ്ങൾ വരുത്താനും നമ്മുടെ ലീഡേഴ്സിന്റെ കൈപിടിച്ച് അവർ പറയുന്നതൊക്കെ അനുസരിച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ അപ്ലൈൻ ലീഡേഴ്സിനും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവും നന്ദിയും കടപ്പാടും ഒക്കെ അറിയിക്കുകയാണ്. എസ്പെഷ്യലി എൻ്റെ ഫാമിലി. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഈ ബിസിനസ് എനിക്ക് ഷമീറ മാഡത്തിന് എന്നും എൻ്റെ ലീഡേഴ്സിന്
പ്രാർത്ഥിക്കാതെ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ദൈവത്തോട് നന്ദി പറയാത്തൊരു ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടാവാറില്ല. അതിനെല്ലാം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അത് നല്ല രീതിയിൽ ഉപകാരപ്പെടുന്നതാണ്. കാരണം നമുക്ക് ഈ ബിസിനസ്സിലെ മുന്നോട്ടുള്ള യാത്രയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് അവരാണ് വേണ്ടത്. അവരെ വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ എന്തായാലും എല്ലാവരും കൊണ്ടുവന്ന ആളുകളൊക്കെ വിശ്വസിച്ച് ഈ ഇൻഡസ്ട്രിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി വ്യക്തമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോവുക. അപ്പൊ നമുക്ക് എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകും. അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.